തിരുവനന്തപുരത്തേക്കാണ്. കാരണം അവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം അത് ഇന്ന് നടക്കാനിരിക്കുകയാണ്. SIRൽ എതിർപ്പുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കില്ല എന്നാണ് CPMന്റെ നിലപാട്. എന്നാൽ കോൺഗ്രസ് വളരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്താനാണ് സാധ്യത. 2002ലെ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിസ്ഥാനമാക്കുന്നത്. വിശദാംശങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് പോകാം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ സമയം എതിർപ്പും ആശങ്കയും ഒക്കെ ഈ SIRുമായി ബന്ധപ്പെട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. 2002ലെ വോട്ടർ പട്ടിക ഇതിന് ആധാരമാക്കുന്നതിലാണ് വലിയ എതിർപ്പുള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴാണ് യോഗം? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുണ്ടാവുക? വിജിൻ, ബീഹാറിനൊക്കെ ശേഷം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പാലക്കാട് മുതൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും, അതായത് ദേശീയ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തന്നെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുള്ളത്. അത് 11 മണിക്ക് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലാണ് നടക്കുന്നത്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ CPMനും ഒപ്പം തന്നെ കോൺഗ്രസിനുമൊക്കെ എതിർപ്പുണ്ട്. പക്ഷേ CPM വ്യക്തമാക്കുന്നത്, ഇന്നലെ MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയത്, ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിക്കും, പക്ഷേ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം തന്നെ ഒരാളുകൾക്കും ഈ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കാൻ എന്തായാലും കഴിയില്ല. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടങ്ങൾ ഒക്കെയുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി പിന്നീട് ഇത് ആ പ്രക്രിയയുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആർക്കും മാറി നിൽക്കാൻ കഴിയുന്നതില്ല. അതുകൊണ്ട് CPM ഇക്കാര്യത്തിൽ തന്ത്രപരമായ നയപരമായ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് ഈ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള മാനിപ്പുലേഷൻ നടക്കാതെ അതിനെ കൃത്യമായി തന്നെ അടിത്തട്ടിൽ പ്രവർത്തകരെ സജ്ജീകരിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടപെടുക എന്നുള്ളൊരു തീരുമാനമാണ് നിലവിലിപ്പോൾ CPM കൈക്കൊള്ളാൻ പോകുന്നത്. കോൺഗ്രസ് എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ശക്തമായ എതിർപ്പ് തന്നെ വിഷയത്തിൽ ഉയർത്തും. കാരണം രാഹുൽ ഗാന്ധി ബീഹാറിലെയും ഒപ്പം തന്നെ കർണാടകയിലെയും ഒക്കെ സാഹചര്യങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള തെളിവുകളും ആരോപണങ്ങളും ഒക്കെ നിരത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഘട്ടത്തിൽ സ്വാഭാവികമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ തന്നെയാണ്. അതേ നിലപാട് തന്നെയായിരിക്കും എന്തായാലും കേരളത്തിലും കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്തായാലും BJP പൂർണ്ണമായും ഇതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം BJP ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിക്കുന്നു, BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്ത് തന്നെ ഉയർത്തുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ BJP സ്വാഭാവികമായും ഈ വിഷയത്തെ സ്വാഗതം ചെയ്യും. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതും ഈ യോഗത്തിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഈ കാര്യത്തിൽ കേരളത്തിൽ അടുത്ത ഏപ്രിൽ മെയ് മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനു മുമ്പ് നവംബർ മാസത്തോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുക. അതിനു മുമ്പ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. 2002ലെ വോട്ടർ പട്ടിക ആണ് ഇതിന്റെ അടിസ്ഥാനമായി കാണുന്നത്. അതിൽ കോൺഗ്രസ് പ്രധാനമായും വ്യക്തമാക്കുന്നത് നിലവിൽ 2025 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതിലാണ് കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള എതിർപ്പ് അറിയിക്കാൻ പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ തരത്തിൽ നീതിപൂർവമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വലിയ തരത്തിൽ രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി പ്രതിഷേധങ്ങൾ ഉയരുന്നു, ആരോപണങ്ങൾ ഉയരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് എതിർപ്പറിയിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടതുണ്ട്. അതാണ് പ്രധാനമായും ഈ പൗരന്മാരെ പൂർണ്ണമായും നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ജിൽസി.